നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. നഗരസഭയുടെ ഡബ്ബിംഗ് യാർഡിലെ ഓണാഘോഷം. ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ച LDF. ജനകീയ പ്രതിഷേധം ഡബ്ബിംഗ് യാർഡിന് മുന്നിൽ പോലീസ് തടഞ്ഞു. മൂവാറ്റുപുഴ നഗരസഭ വളക്കുഴി ഡബ്ബിംഗ് യാർഡിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ PP എൽദോസ് ഉദ്ഘാടനം ചെയ്തു. ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ബോണസ് വിതരണം ചെയ്തു. മൂവാറ്റുപുഴ പിറവം റോഡിൽ കുഴികൾ. വാഹനയാത്രക്കാർ ദുരിതത്തിൽ. ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിലാണ് പലയിടങ്ങളിലായി കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. CMB ഏരിയ സമ്മേളനം. CMB എറണാകുളം ജില്ലാ സെക്രട്ടറി P രാജേഷ് ഉദ്ഘാടനം നടത്തി. MS സുരേന്ദ്രൻ ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. കല്ലൂർക്കാട് പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്ത് സഹകരണത്തോടെ ഓപ്പൺ ജിം. അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ഓണാഘോഷവും ഓണസദ്യയും ഡബ്ബിംഗ് യാർഡിൽ സംഘടിപ്പിച്ചതിനെതിരെ LDFന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. പായിപ്ര ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയും മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധം യാർഡിന് മുന്നിൽ പോലീസ് തടഞ്ഞു. മാലിന്യ പ്രശ്നം മൂലം നരകയാതന അനുഭവിക്കുന്ന മൂവാറ്റുപുഴ നിവാസികളുടെ കണ്ണിൽ പൊടിയിടാൻ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന നഗരസഭാ കൗൺസിൽ ഓണാഘോഷവും ഓണസദ്യയും ഡംപിംഗ് യാർഡിൽ സംഘടിപ്പിച്ചതിനെതിരെ LDFന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഡംപിംഗ് യാർഡ് സ്ഥിതി ചെയ്യുന്ന പായിപ്ര ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ജനകീയ പ്രതിഷേധം ഡംപിംഗ് യാർഡിന് മുൻപിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് ഡംപിംഗ് യാർഡിന് മുന്നിൽ നടന്ന പ്രതിഷേധ സമരം CPIM ഏരിയ സെക്രട്ടറി അനീഷ മാത്യു ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഒരു പ്രതിഷേധ മാർച്ചുമായിട്ട് വന്ന് ഈ ഓണാഘോഷം നടത്തില്ല എന്ന് ഈ മൂവാറ്റുപുഴയിലെ ഇടതുപക്ഷം തീരുമാനിച്ചു കഴിഞ്ഞാൽ PP എൽദോസ് ഉൾപ്പെടെയുള്ള മുനിസിപ്പലിലെ ഭരണകക്ഷിയിൽപ്പെടുന്ന കൗൺസിലർമാർ ഇവിടെ ഒന്നിച്ച് നിരന്നു നിന്നാലും ഇവിടെ ഓണാഘോഷം നടക്കില്ല. ഞങ്ങളത് തീരുമാനിച്ചത് ഇവിടെ പണിയെടുക്കുന്ന കണ്ടിന്യൻ ജീവനക്കാർക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇന്ന് മൂവാറ്റുപുഴയിൽ സുരക്ഷിതമായ സ്ഥലത്ത് തന്നെ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തുകയാണ്. അവർക്ക് ഓണസദ്യ ഉൾപ്പെടെ കൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. കാർഷിക ബാങ്കിൽ വെച്ച് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഇവിടെ പണിയെടുക്കുന്ന സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾക്കുൾപ്പെടെ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഓണസദ്യ കൊടുക്കുകയാണ്. ഇവിടെ ഇപ്പൊ നമ്മളിവിടെ നിൽക്കുന്ന ഘട്ടത്തിൽ 2-3 കുട്ടികളെ ഉൾപ്പെടെയായി അകത്തേക്ക് കയറി പോകുന്ന സാഹചര്യം ഉണ്ടായി. ജീവനക്കാരെ തൊഴിലാളികളെ നിർബന്ധ പദ്ധതിയോടുകൂടി ഇവിടെ പങ്കെടുക്കണമെന്നുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് മുനിസിപ്പൽ ചെയർമാൻ. ഈ മുനിസിപ്പൽ ചെയർമാൻ അങ്ങനെയാണെങ്കിൽ ഇത് കേട്ടതിന് ശേഷമെങ്കിലും മുനിസിപ്പൽ ചെയർമാനും കൗൺസിൽ അംഗങ്ങളും അവരുടെ കുട്ടികളെയും ഭാര്യയെയും ഉൾപ്പെടെയുള്ള ആളുകളെ കുടുംബാംഗങ്ങളെ ഈ മുനിസിപ്പാലിറ്റിയിൽ കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഏർപ്പാട് ചെയ്യിപ്പിക്കണം. അതല്ലേ അതൊരു മര്യാദ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഈ യോഗത്തിന് ശേഷം ഇവിടെ ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന ആളുകൾക്ക് H1N1 ഉൾപ്പെടെയുള്ള എലിപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്കുള്ള പ്രതിരോധ മരുന്നുകൾ കൂടി കൊടുക്കുവാൻ എൽദോസ് ഉൾപ്പെടെയുള്ള ഭരണപക്ഷം തയ്യാറാവണം. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ആ പോകുന്ന ആളുകൾക്ക് ഒരു പ്രതിരോധ മരുന്ന് കൂടി കൊടുത്താൽ ആളുകളെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടി മുനിസിപ്പാലിറ്റി പ്രതിജ്ഞാബദ്ധമായി തീർന്നു എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റും കൂടെ ഇടാം. CPIM മുനിസിപ്പൽ നോർത്ത് ലോക്കൽ സെക്രട്ടറിയും മുനിസിപ്പൽ കൗൺസിലറുമായ KG അനിൽകുമാർ അധ്യക്ഷനായ യോഗത്തിൽ CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ UR ബാബു, സജി ജോർജ്, MA സഹീർ, R രാകേഷ്, MA റിയാസ് ഖാൻ, മുനിസിപ്പൽ കൗൺസിലർമാരായ PV രാധാകൃഷ്ണൻ, VA ജാഫർ സാദിഖ്, മീര കൃഷ്ണൻ, ഫൗസിയ അലി, നജില ഷാജി, സുധാ രഘുനാഥ് എന്നിവർ പ്രസംഗിച്ചു. മൂവാറ്റുപുഴ പിറവം റോഡിൽ കുഴികൾ രൂപപ്പെട്ടതോടെ വാഹനയാത്രക്കാർ ദുരിതത്തിൽ. ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിലാണ് കുഴികൾ യാത്രക്കാർക്ക് ഭീഷണിയാകുന്നത്. മൂവാറ്റുപുഴ പിറവം റോഡിൽ ഹൌസിംഗ് ബോർഡിന് സമീപം റോഡിൽ കുഴികൾ രൂപപ്പെട്ടതോടെ വാഹനയാത്രക്കാർ ദുരിതത്തിൽ. ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലാണ് പലയിടങ്ങളിലായി കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. റോഡിലെ കുഴികൾ കാരണം വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തു കൂടി കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. മൂവാറ്റുപുഴ ഭാഗത്ത് നിന്ന് പിറവം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ റോഡിന്റെ ഇടതുഭാഗത്ത് രൂപപ്പെട്ടിരിക്കുന്ന കുഴികളിൽ വീണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നു. മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കുഴി ഒഴിവാക്കി വലതുഭാഗത്തു കൂടി കടന്നു പോകുമ്പോൾ എതിർദിശയിൽ വരുന്ന വാഹനങ്ങളിൽ ഇടിച്ച് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. എത്രയും പെട്ടെന്ന് കുഴികൾ അടച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് മാത്യൂസ് കറിയ പറഞ്ഞു.
നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. വിപുലമായ പരിപാടികളോടെ മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ വളക്കുഴി ഡബ്ബിംഗ് യാർഡിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണാഘോഷ സമ്മേളനം നഗരസഭാ ചെയർമാൻ പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ വളക്കുഴി ഡംപിംഗ് യാർഡിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയാണ് നഗരസഭാ ചെയർമാനും കൗൺസിലർമാർ അടക്കമുള്ളവർ ഓണാഘോഷത്തിൽ പങ്കെടുക്കുവാൻ ഡംപിംഗ് യാർഡിൽ എത്തിയത്. അരനൂറ്റാണ്ടായി നഗരത്തിന്റെ മാലിന്യം ആകെ പേർന്ന വളക്കുഴി വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരസഭ ഡംപിംഗ് യാർഡിൽ ഓണാഘോഷം സംഘടിപ്പിച്ചത്. ഓണാഘോഷ സമ്മേളനം നഗരസഭാ ചെയർമാൻ പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ രാഷ്ട്രീയം പറയാൻ ആഗ്രഹിക്കുന്നില്ല. സഹപ്രവർത്തകർ, ഇവിടെ എന്തെങ്കിലും മണമുണ്ടോ? ഇവിടെ എന്തെങ്കിലും മണമുണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. ഇല്ല. ഇവിടെ എലിയുണ്ടോ? പാമ്പുണ്ടോ? ഒന്നുമില്ല. അപ്പൊ നമ്മുടെ ചില സ്നേഹിതന്മാര് രാവിലെ തൊട്ട് പാവങ്ങൾ പട്ടിണിയാ. ഒന്നാന്തരം ഓണസദ്യ, തിരൂരുകാരുടെ ഓണസദ്യ ഉണ്ണാൻ യോഗമില്ലാതെ പോയി. രാവിലെ പട്ടിണിക്ക് 20 പേര് അവിടെ വന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട്. ഞാൻ കുറ്റപ്പെടുത്തൊന്നുമില്ല. ആദ്യം മനസ്സാണ് നന്നാകേണ്ടത്. ഈ കൗൺസില് ഇന്നേ വരെ ഞാൻ ആത്മാഭിമാനത്തോടെ പറയുന്നു, 5 വർഷം പൂർത്തീകരിക്കാൻ പോകുമ്പോൾ ഒരു രാഷ്ട്രീയത്തിന്റെ പേരിലും ആരെയും മാറ്റി നിർത്താനോ എൻ്റെ കൂടെയുള്ള ആളുകൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനോ ഞാൻ തയ്യാറായിട്ടില്ല. ഈ നഗരസഭയുടെ മുഴുവൻ വികസന പ്രവർത്തനങ്ങൾക്കും പ്രതിപക്ഷ നിരയോടും BJP ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളോടും കൂടിയിരുന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോയിട്ട് ഞാനിങ്ങനെ പതുമായി രാഷ്ട്രീയമായിട്ട് മാറും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇന്നലെ 2-3 ദിവസമായി ലോകത്തെമ്പാടുമുള്ള ചാനലുകൾ കൊണ്ടുവന്ന് എലി ഓടണത് പണ്ട് മലയാള മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ എടുത്തിട്ടുള്ള ആ വിഷ്വല് കാണിച്ചിട്ട് ഇവിടെ ഭയങ്കര കുഴപ്പമാണ് എന്ന് പറഞ്ഞ് ഈ ഓണാഘോഷ പരിപാടിയെ അലങ്കോലപ്പെടുത്താനുള്ള ഗൗരവതരമായ നീക്കമാണ് ഇവിടെ നടന്നത്. എൻ്റെ കൂടെയുള്ള പ്രിയപ്പെട്ട ഞങ്ങളുടെ കണ്ടിജന്റ് ജീവനക്കാരുണ്ട്. ആ പാവപ്പെട്ട ആളുകളെ പോലും പലതിൻ്റെ പേരിൽ വിലക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കട്ടെ, ഓണം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരൻ്റെ മാത്രമല്ല, അല്ലെങ്കിൽ മാർക്സിസ്റ്റുകാരൻ്റെയോ BJPക്കാരുടെ മാത്രമല്ല, കേരളീയ പൊതുസമൂഹത്തിൻ്റെ ദേശീയ ഉത്സവമാണ് ഓണം. പ്രദേശത്തെ വൃത്തിയും ശുചിത്വവും പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുവാനാണ് ഓണസദ്യ അടക്കമുള്ള വിപുലമായ ഓണാഘോഷം സംഘടിപ്പിക്കാൻ വളക്കുഴി തിരഞ്ഞെടുത്തതെന്നും തെറ്റായ പ്രചരണം നടത്തിയവർക്ക് തിരിച്ചടി നൽകുന്ന തരത്തിൽ ജീവിതത്തിന്റെ നാനാ തുറകളിലുള്ളവർ വളക്കുഴിയിൽ നടത്തിയ ഓണാഘോഷത്തിൽ പങ്കാളികളായതെന്നും ചെയർമാൻ പറഞ്ഞു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ മാത്യു കുഴൽനാടൻ MLA, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ ശീതൽ കെ മോഹൻ, ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ ധന്യ റോണി, നഗരസഭ സെക്രട്ടറി H സിമി, ക്ലീൻ സിറ്റി മാനേജർ H നൌഷാദ്, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ PM അബ്ദുൽ സലാം, അജി മുണ്ടാട്ട്, ജോസ് കുര്യാക്കോസ്, കൗൺസിലർമാരായ CBK സണ്ണി, രാജശ്രീ രാജു, മേരി ചാക്കോ, അമൽ ബാബു, അസം ബീഗം, ലൈല ഹനീഫ, ജോയിസ് മേരി ആന്റണി, ജോളി മണ്ണൂർ, ജിനു മടേക്കൽ, KK സുബേർ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ബോണസും വിതരണം ചെയ്തു. പ്രതിപക്ഷ കൗൺസിലർമാർ വിട്ടുനിന്ന ചടങ്ങിൽ പ്രതിപക്ഷ കൗൺസിലർ CBK സണ്ണി പങ്കെടുത്തു. CMB ഏരിയ സമ്മേളനം മാരിയിൽ ബിൽഡിംഗിൽ നടത്തി. സമ്മേളനം CMB ജില്ലാ സെക്രട്ടറി P രാജേഷ് ഉദ്ഘാടനം നടത്തി. മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി MS സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CMB സെക്രട്ടേറിയറ്റ് അംഗം K ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. 13-അംഗ കമ്മിറ്റി തിരഞ്ഞെടുക്കപ്പെട്ടു. MS സുരേന്ദ്രൻ ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. കല്ലൂർക്കാട് പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്ത് സഹകരണത്തോടെയുള്ള ഓപ്പൺ ജിം പ്രവർത്തന സജ്ജമായി. അസിസ്റ്റന്റ് കളക്ടർ പാർവതി ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിലെ 13-ാം വാർഡിൽ മണലിപ്പീടിയയ്ക്ക് സമീപമാണ് ഓപ്പൺ ജിമ്മിന്റെ ഉപകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. നഗരവികസന പ്രവർത്തനങ്ങൾക്കിടയിൽ പ്രതിസന്ധിയിലായ വ്യാപാരികളെ സഹായിക്കാൻ ക്യാമ്പയിനുമായി CPIM. എല്ലാവരും ഓണത്തിനാവശ്യമായ സാധനങ്ങൾ മൂവാറ്റുപുഴയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങണമെന്ന സന്ദേശം നൽകിയാണ് ക്യാമ്പയിൻ ആരംഭിച്ചത്. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PR മുരളീധരൻ മൂവാറ്റുപുഴയിലെ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് മുണ്ടും ഷർട്ടും വാങ്ങി ക്യാമ്പിന് നേതൃത്വം നൽകി. അപ്പോൾ ഈ ഓണം ഒമാനിയയ്ക്കൊപ്പം ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ. പോത്താനിക്കാട് മണ്ണാറപ്രായിൽ പൈലിയുടെ ഭാര്യ മേരി 92 നിര്യാതയായി.
സംസ്കാരം ബുധനാഴ്ച 2-ന് പോത്താനിക്കാട് സെന്റ് മേരീസ് യാക്കോബായ പള്ളിയിൽ നടത്തി. പരേത കോതമംഗലം ചിറയിൽ കുടുംബാംഗമാണ്. മക്കൾ തമ്പി, സാനു, അമ്മു, സിന്ധു. മരുമക്കൾ ബീന, പോത്താറയിൽ മേഴ്സി പള്ളത്ത്, രാജൻ കല്ലുങ്കൽ, ജോണി കുന്നുമ്മേൽ. അപ്പോൾ ഈ ഓണം ഒമാനിയയ്ക്കൊപ്പം ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.